കേരളം കടന്നു പോകുന്നത് ഇതുവരെ നേരിടാത്ത വൈദ്യുതി പ്രതിസന്ധിയിലെന്ന് KCB ചെയർമാൻ MG രാജമാണിക്യം. പരിഹാരം കാണാൻ വൈദ്യുതി നിയന്ത്രണം അനിവാര്യമാണ്. പരമാവധി വേഗത്തിൽ പ്രതിസന്ധി തീർക്കാനാണ് ശ്രമം. മുൻകരുതലെടുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല. വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചു. മാർക്കറ്റിലും വൈദ്യുതി ഇല്ല എന്നും KCB ചെയർമാൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇന്ന് തന്നെ തീർക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഇന്ന് തീർക്കാനുള്ള അവസരവും കൂടി നമുക്ക് ലഭ്യമാകണമെന്നുള്ളതാണ്. കേരളം ഇതുവരെ ഇങ്ങനത്തെ ഒരു പവർ സർജിലേക്ക് ഇതുവരെ ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു ഡിമാൻഡാണ് ഉള്ളത്. ഇത് ആരും എക്സ്പെക്ട് ചെയ്ത പ്രതിസന്ധി അല്ല. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഡിസാസ്റ്റർ പോലെയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി എന്നും നിയന്ത്രണം ഉണ്ടാകാതെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ നമ്മളുടെ ശ്രമത്തിനപ്പുറമായിട്ടുള്ള ഡിമാൻഡ് വരുന്നത് കൊണ്ട് നമുക്കൊരു ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു സൈഡ് ഡിമാൻഡ് കൂടി, നമ്മളിത് ഇതുവരെ ഇല്ലാത്ത ഡിമാൻഡ് കൂടി, അടുത്ത സൈഡ് ഇതുവരെ ഇല്ലാതെ സപ്ലൈയും കിട്ടുന്നില്ല ഉള്ള അവസ്ഥയാണ്. സുനിഷ എല്ലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിഷ, MG രാജമാണിക്യം ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹത്തിന് കഴിയുന്ന തരത്തിൽ അത് വിശദീകരിക്കുന്നുമുണ്ട്. ഡിമാൻഡ് സപ്ലൈ തിയറിക്ക് അപ്പുറത്തേക്ക് നമുക്കറിയേണ്ടത് ഇതെന്ന് പരിഹാരം ഉണ്ടാകും. നമുക്ക് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കറിയേണ്ടത് ഈ ദുര്യോഗം എത്ര കാലം തുടരുമെന്നുള്ളതാണ്. അത് സംബന്ധിച്ച് ഒരു കണക്കും നിലവിൽ KCBക്ക് മുന്നിലില്ല. ഇല്ല മാധു, ഒരു കണക്കും KCBക്ക് മുന്നിലില്ല എന്നുള്ളതാണ്. കൃത്യമായ ഒരു മറുപടി ഇത് എപ്പോൾ തീരും ഈ പ്രതിസന്ധി എന്നുള്ളത് പറയാൻ KCBക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ നിയന്ത്രണം ഒഴിവാക്കാൻ കഴിയുമോ എന്നതിന് പോലും പറ്റില്ല എന്നുള്ളത് തന്നെയാണ് KCBയുടെ മറുപടിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നിലവിൽ എങ്ങനെയാണോ നിയന്ത്രണം ഉള്ളത് അതേ രീതിയിൽ തന്നെ വരുന്ന ദിവസങ്ങളിലും നിയന്ത്രണം ഇല്ലാതെ വഴിയില്ല എന്നുള്ളതാണ്. നിയന്ത്രണമല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നുള്ളത് KCB ആവർത്തിച്ച് പറയുന്നു എന്നുള്ളതാണ്. പക്ഷേ പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ KCB പല വഴിയിലും തേടുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഫലം കാണുന്നില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടങ്ങളിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മുൻകരുതലുകൾ എടുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നത്. എന്നാൽ ഇപ്പോൾ ചെയർമാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് മുൻകരുതലിൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ജൂൺ മാസത്തിലാണ് മഴ കുറയുമെന്നുള്ളൊരു അറിയിപ്പ് കിട്ടുന്നത്. എൽ നിനോ പ്രതിഭാസം ഉണ്ടാകുമെന്ന അറിയിപ്പ് കിട്ടുന്നതും ഏതാണ്ട് ആ കാലയളവിൽ തന്നെയാണ്. പക്ഷേ അപ്പോഴേക്കും ഈ വിപണിയിൽ തന്നെ വൈദ്യുതി ലഭിക്കാതെ വന്നു എന്നുള്ളതാണ്. ഉയർന്ന വിലക്ക് വൈദ്യുതി വാങ്ങി തുടങ്ങിയെങ്കിൽ പോലും ആ വൈദ്യുതി പോലും മാർക്കറ്റിൽ ലഭിക്കാത്ത വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ആ സമയത്താണ് സംസ്ഥാനത്ത് മഴയില്ലാത്ത പ്രശ്നത്തിൽ ആഭ്യന്തര ഉൽപാദനം കുറയുന്നത്, ഒപ്പം തന്നെ ഉപഭോഗം കൂടുകയും ചെയ്യുന്നത്. ഇതെല്ലാം പ്രതിസന്ധി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി തുടരുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ചെയർമാന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഈ മാർച്ച് ഏപ്രിൽ മെയ് ഈ 3 മാസം നമ്മൾ നേരിട്ടത് വലിയ വൈദ്യുതി പ്രതിസന്ധിയായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ഈ പ്രതിസന്ധിയെ മറികടന്നു. അധികം ഈ നിയന്ത്രണമൊക്കെ ചില ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും ആ 3 മാസം നിയന്ത്രണത്തിൽ നിന്നും നിയന്ത്രണം ഒഴിവാക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അത് സ്വാപ്പ് കരാർ വഴി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ വൈദ്യുതി വാങ്ങുന്നത് കൊണ്ടുകൂടിയായിരുന്നു. പക്ഷേ അന്ന് സ്വാപ്പ് കരാറിലൂടെ വാങ്ങിയ എല്ലാ സംസ്ഥാനത്തിനും വൈദ്യുതി തിരിച്ചു നൽകേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോഴെന്നുള്ളതാണ്. അത് സെപ്റ്റംബർ മാസം വരെ നീളും. അതുകൊണ്ട് ആ ബാധ്യത കൂടി, അധിക ബാധ്യത കൂടി സംസ്ഥാനം ഏറ്റെടുക്കുന്നതോടെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി എന്നുള്ളത് തന്നെയാണ് ഇന്ന് ചെയർമാൻ കൂടി പറഞ്ഞു വെക്കുകയും ചെയ്തത്. ഇന്ന് വൈദ്യുതി മന്ത്രി പറഞ്ഞതും അത് തന്നെയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ KCBക്ക് പോലും കൃത്യമായി എപ്പോഴാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുക, പൂർണ്ണമായും നിയന്ത്രണം ഒഴിവാക്കാൻ കഴിയുമോ സംസ്ഥാനത്തെന്ന് കൃത്യമായി പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർത്തിയിരുന്നത്. നിയന്ത്രണം ആയിക്കോട്ടെ എങ്കിൽ പോലും കൃത്യസമയം പറയാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു. ഒരു സമയക്രമം പറയാമല്ലോ, അല്ലെങ്കിൽ നിശ്ചിത ഏത് സമയപരിധിക്കുള്ളിലായിരിക്കും എന്നൊക്കെ പറയാമല്ലോ എന്നുള്ള ഒരു ആവശ്യം അത് ജനങ്ങൾ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതിനും പറയുന്നത് പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇന്ന് ചെയർമാനോട് സംസാരിച്ചപ്പോൾ പറയുന്നത്. അദ്ദേഹം പറയുന്നത് പീക്ക് ടൈമിലാണ്, ഏത് സമയത്താണോ പീക്ക് ടൈം അവറായി മാറുന്നത് ആ സമയത്ത് ഡിമാൻഡ് കൂടുന്നു, ലഭ്യത കുറയുന്നു. ആ സമയത്താണ് സാധാരണ രീതിയിൽ ഇങ്ങനെ കട്ട് ഉണ്ടാകുന്നത്, പവർ കട്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. MG രാജമാണിക്യം മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹം നമുക്ക് നമ്മുടെ ഡിമാൻഡ് കൂടി, സപ്ലൈ കുറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വലിയ പ്രശ്നമാണ് നിലവിൽ എന്നതാണ്.